ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള അതേസമയം പവർഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. പൈനാപ്പിൾ ടീ. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഡ്രിങ്കാണ് നമ്മുടെ ഈ പൈനാപ്പിൾ ടീ എന്ന് പറയുന്നത്. പൈനാപ്പിളിൻ്റെ നീരിനകത്ത് ബ്രൊമിലിൻ എന്ന് പറയുന്നൊരു എൻസൈമുണ്ട്. ഈ ബ്രൊമിലിൻ എൻസൈം നമ്മുടെ ദഹന പ്രക്രിയയെ സഹായിക്കുന്നൊരു എൻസൈമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ദഹന പ്രശ്നങ്ങളുള്ളവർക്കായാലും അതുപോലെ തന്നെ ഗ്യാസ് ട്രബിൾ പോലത്തെ പ്രശ്നങ്ങളുള്ളവർക്കായാലും ഒക്കെ തന്നെ ഒരുപാട് ഗുണമുള്ള ഒരു ചായയാണ് നമ്മുടെ പൈനാപ്പിൾ ടീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പം നോമ്പുകാലമാണ്. അപ്പം നമ്മൾ നോമ്പ് തുറന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് പൈനാപ്പിൾ ടീ കുടിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും നല്ലതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഗുണങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുകൊണ്ട് കാര്യമില്ലല്ലോ, എങ്ങനെയാണ് പൈനാപ്പിൾ ടീ ഉണ്ടാക്കാമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമുക്ക് പൈനാപ്പിൾ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് പൈനാപ്പിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ച പൈനാപ്പിളാണ്. നല്ല പഴുത്ത പൈനാപ്പിൾ വേണം നമ്മളിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്. നല്ല പഴുത്ത മധുരമുള്ള പൈനാപ്പിൾ ഉപയോഗിക്കണം, എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ പൈനാപ്പിൾ ചായക്ക് ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം പൈനാപ്പിൾ കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി നമുക്ക് വേണ്ടത് തേയിലപ്പൊടി വേണം. അതായത് ലൈറ്റ് ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് തേയിലപ്പൊടി വേണം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം തേയിലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാകത്തിനുള്ള മധുരം വേണം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ 3 ഇൻഗ്രീഡിയൻസാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ പൈനാപ്പിൾ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല പഴുത്ത പൈനാപ്പിൾ വേണം ഉപയോഗിക്കാനായിട്ട്. അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം. അതുപോലെ നമുക്ക് പാകത്തിന് വെള്ളം വേണം. അപ്പം നമുക്ക് പൈനാപ്പിൾ ടീ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് പൈനാപ്പിളിൻ്റെ ഒരു സിറപ്പ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം സ്റ്റൗവിൽ വെക്കുക. എന്നിട്ട് ഇപ്പം നമ്മൾ 1.5 കപ്പ് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഏകദേശം ഒരു 1.25-2 കപ്പോളം വെള്ളം നമ്മൾ ഈ പാത്രത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഈ വെള്ളം ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈനാപ്പിൾ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ശ്രദ്ധിക്കുക, വെള്ളം ചൂടായിട്ട് വേണം നമ്മൾ ഇതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അതിന് ശേഷം ഒരു സ്പൂണ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പം നന്നായിട്ട് ഈ പൈനാപ്പിൾ കഷ്ണങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് വെന്ത് അതിൻ്റെ ഫ്ലേവറൊക്കെ അതിനകത്തേക്ക് ഇറങ്ങട്ടെ. അപ്പോഴേക്കും നമുക്ക് ചായ ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചായ ഉണ്ടാക്കുന്നത് അതിനകത്ത് ആ പാത്രം അപ്പുറത്തെ സ്റ്റൗവിൽ വയ്ക്കുക. എന്നിട്ട് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം അത്രയും ഒഴിക്കുക. അപ്പം നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ് ചെയ്യരുത്. ഏകദേശം ഒരു 10 മിനിറ്റോളം അങ്ങനെ കിടന്ന് തിളയ്ക്കണം. എന്നാൽ മാത്രമാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് നന്നായിട്ട് ഇറങ്ങുള്ളൂ. അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് ചായ ഉണ്ടാക്കാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് തേയില ഇട്ട് കൊടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലൈറ്റ് കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് മാത്രമേ തേയില ഇടാൻ പാടുള്ളൂ. തേയിലയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ ടീക്ക് രുചി ഉണ്ടാവില്ല, ഒരു കുത്തുന്ന ടേസ്റ്റ് വരും. അപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും തേയിലയുടെ കടുപ്പം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം അതിനനുസരിച്ച് ലൈറ്റ് ചായ ഉണ്ടാക്കാൻ വേണ്ടത്ര തേയില മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഇനി നമുക്കിതിനകത്തേക്ക് മധുരം ചേർത്ത് കൊടുക്കണം നമ്മുടെ ചായയിലേക്ക്. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന അത്രയും പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര ചേർക്കുമ്പോഴും നിങ്ങൾ അതിൻ്റെ അളവ് ശ്രദ്ധിക്കണം. കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് എത്രയാണോ പഞ്ചസാര വേണ്ടത്, എത്രയാണോ മധുരം വേണ്ടത്, അതിനേലും കുറവ് എമൗണ്ട് പഞ്ചസാര മാത്രം ഇടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിനി നമ്മുടെ പൈനാപ്പിൾ സിറപ്പും കൂടെ ഇതിനകത്തേക്ക് ചേർക്കും. അപ്പം അതിനും കുറച്ച് മധുരം ഉണ്ടാവും. അപ്പം അതും കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഞ്ചസാര ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. 10 മിനിറ്റോളം കിടന്ന് തന്നെ തിളച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സിറപ്പ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. അപ്പം ജസ്റ്റ് ഈ പാത്രം ഒന്ന് ചെരിച്ച് കൊടുത്താൽ തന്നെ നമുക്ക് ആ സിറപ്പ് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വലിയ വലിയ പീസസ് അല്ലേ. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു അരിപ്പ വെച്ചിട്ട് വേണമെങ്കിലും അരിച്ചെടുക്കാം. അപ്പം ഈ സിറപ്പെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടോ, ആ ഒരു പൈനാപ്പിളിൻ്റെ നിറവും അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇനി നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചായ ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ബൗളിലേക്ക് തന്നെ മാറ്റണം എന്നില്ല, ഡയറക്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്യണ പാത്രത്തിലേക്ക് ഒഴിച്ചാലും മതി. ഞാനിപ്പം ആ ഒരു കടുപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഒരു കളറൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിനകത്തേക്ക് മാറ്റിയിരിക്കുന്നത്. അപ്പം ഏകദേശം ഈ ഒരു കടുപ്പം വരുന്ന രീതിയിൽ വേണം നിങ്ങൾ
തേയിലപ്പൊടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൽ വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ജഗ്ഗാണ് സെർവ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചായയും അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം തേയിലപ്പൊടി അതിനകത്ത് വീഴാതെ ശ്രദ്ധിക്കുക. ഒരു അരിപ്പ വേണമെന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ച് ഒഴിച്ചോളൂ തേയില. ഇനി ഒരു സ്പൂണ് വെച്ച് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള അതേസമയം ഹെൽത്തി ആയിട്ടുള്ള പൈനാപ്പിൾ ടീ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ് ട്രബിളിനും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു പൈനാപ്പിൾ ടീ. അതുപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു സാധനമാണ് പൈനാപ്പിൾ. അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പം എന്തായാലും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.